നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഇന്ന് വിഷ്ണുവേട്ടനും അഞ്ചും വരുന്നുണ്ട്. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. കുറെ നാള് കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി. അപ്പൊ അവൾക്ക് വർക്കുള്ള കാരണം ആകെ കിട്ടിയ ശനി ഞായർ അങ്ങനെയുള്ള ദിവസങ്ങളാവും. അപ്പൊ അതുകൊണ്ട് അഞ്ചുവിന്റെ വീട്ടിലും അങ്ങനെ കുറെ ബന്ധുക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പോയിട്ട് അവസാനം ഇപ്പൊ ഇന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇന്ന് അവൾക്ക് നൈറ്റ് ആണ് കേട്ടോ. ഡ്യൂട്ടി വരുന്നത് നൈറ്റ് ആണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് വരും, വൈകിട്ട് പോവും. ഞങ്ങളൊരു ഡേ സ്റ്റേ ചെയ്യണം എന്നൊക്കെയാണ്. ഞാനും തേച്ച് മേച്ചാലോടെ തേച്ചൊന്ന് ശമ്പൊണ്ടനായിട്ട് ഇല്ല കുളിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങള് പനി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചുമയും സൗണ്ട് ശരിയായിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് നൈറ്റ് ആയ കാരണം ഉച്ചയ്ക്ക് വന്നിട്ട് എന്താ പറയാ വൈകിട്ട് പോവും. ഞങ്ങൾ സ്റ്റേ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകിട്ട് വന്നിട്ട് രാത്രിക്ക് എല്ലാവരും കൂടി കൂടുക, എന്നിട്ട് പിറ്റേന്ന് അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ നമുക്കത് സെറ്റ് ആയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നീണ്ടത്. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ കുറച്ച് പണിത്തിരക്കിലാണ്. ഫുള്ള് കഴിക്കുക. ഞാന് വിൻഷേട്ടനൊന്ന് വർക്കുണ്ട് കേട്ടോ. ചേട്ടന് ഡ്യൂട്ടി ഉണ്ട്. വിൻഷേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ വരും. വിൻഷേട്ടൻ തല്ലൂടി നിൽക്കുകയാണ്. അത് വീഡിയോ എടുത്തരാൻ പറഞ്ഞു. സ്വാഭാവികം. ഞാൻ പണിയിലായിരുന്നു ഗൈസ്. ഞാൻ മിറ്റടിച്ചോര് അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് വീഡിയോ എടുത്ത് തരാടുന്നില്ലേന്ന് ചോദിച്ചു. പോണു എപ്പോഴാ വരിക? ഈ കലിപ്പ് നോട്ടം വിറ്റ കലിപ്പ് നോട്ടം കാണാത്തവർ കാണൂ. നോക്ക് ഞാൻ കൂടെ കോലായിട്ടാ നിക്കണത്. ഇനി കുളിക്കണം. നോക്ക്, 1 കിലോ മീനും കൊടു തന്നിട്ടുണ്ട്. ഇനി നന്നാക്കണക്ക്. തേജ് ഇവിടെ പണിയിലാണ്. ഞാന് സംസാരിക്കാതെ നേരം മെഴുകും. ഇപ്പൊ തന്നെ 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മുറ്റൊക്കെ ഒന്ന് ഫ്രണ്ടും സൈഡും ബാക്ക് അടിച്ചിട്ടില്ല, ഫ്രണ്ടും സൈഡൊക്കെ ഒന്ന് അടിച്ചിട്ടു. പിന്നെ ഇനി എനിക്ക് ഉച്ചത്തേക്ക് ഉള്ളത് കേട്ടോ. നമ്മള് ചോറും മീൻകറി സ്കൂട്ടിയോ ഇന്നലെ എണ്ണടിച്ചത് ആരാ? അതുകൊണ്ടാണല്ലോ അല്ലേ. ഇതുവരെ വണ്ടി എടുത്തിട്ട് ഒരു വട്ടം ഒറ്റയ്ക്ക് പോയിട്ട് എണ്ണടിച്ചിരിക്കണേ. ഒരു വട്ടം ഇഷ്ടന്നെ കൊണ്ട് അതൊക്കെ അല്ല. ഈ ഒറ്റയ്ക്ക് പോയിട്ട് ജിമ്മിൽ പോകുമ്പോ ഒറ്റ വട്ടല്ലേ ആദ്യമായിട്ട് ഈ എണ്ണടിച്ചല്ലേ? ഒന്നും നടക്കില്ല. വണ്ടി പിടിച്ചിരുന്നേ ഒന്നും നടക്കില്ല. എണ്ണടിക്കണം. ആര് ഈ ഫുൾ ടാങ്ക് ആവണ്ട. അതെന്തുകൊണ്ടാ ഈ ഫുൾ ടാങ്ക് ആവുമ്പോ ആരടിച്ചു വെച്ചതാ? കണക്കുറണ്ടല്ലോ, അത് പിടിച്ചോ വേണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ സ്കൂട്ടി എടുക്കാൻ വരും നാളത്തെ പോലെ. കലിപ്പ് കൊടുക്കണ്ട, തേജ് കൊടുക്കണ്ട പറഞ്ഞു. എന്തേടാവോ? അയ്യോ വണ്ടി വേണ്ട പറഞ്ഞ ചാവി വെച്ച് പോയ ആളാണ് കേട്ടോ. തേജനും വെച്ചപ്പോ നാണം. ഞാൻ വാലടിക്കട്ടാ, പണിയുണ്ട്. അത് ചാവി നോക്കട്ടൊന്ന്. ഐസ് കണ്ടോ എന്റെ വണ്ടിനായിട്ട് എടുക്കണത്? അത് ഒളിപ്പിച്ചേ. പോവാട്ടാ, പണിയുണ്ട്. കൂലിയേ ഗൈസ്? എനിക്ക് പണി കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട് കേട്ടാ. കാരണം നമ്മൾ ചോറും മീൻ മത്തി എല്ലാതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചപ്പോൾ ചേട്ടന് ചോറ് വേണ്ട, എന്തായാലും വെറൈറ്റി മതി. അപ്പോൾ നമ്മൾ ഷവായ മന്തി വാങ്ങാച്ചിട്ടാണ്. കാരണം എന്നും ചോറിൻ്റെ എല്ലാവരും വീട്ടിൽ കഴിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പണി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് മീൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെക്കണം, അടിച്ചോരി തുടയ്ക്കണം, കുളിക്കണം. അതന്നെ ഉള്ളൂ കേട്ടോ. കുക്കിങ്ങിൻ്റെ പണി ഇല്ലെന്ന്. വിൻഷേട്ടൻ പോവാണ്. എന്റെ ഹെൽമെറ്റ് വെച്ചോ? അല്ലെങ്കിൽ അതെ, അതുകൊണ്ടാണ് എന്താ നിങ്ങളുടെ ഒട്ടില്ലേ? ഇതാണ് വിൻചാന്റെ സ്റ്റൈൽ. പൈസ ഹെൽമെറ്റ്
ലജ്ജയില്ലേ? വേഗം പോ. ഈ വിൻഷാട്ടുണ്ടല്ലോ, പറയട്ടെ കഥകൾ ഇതൊക്കെ പറഞ്ഞാലേ വേഗം പോവുള്ളൂ. ഈ വിൻഷാട്ടുണ്ടല്ലോ ഒരു കിടിയിലിയറിയാ 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ജോലിക്ക് പോണെങ്കിൽ 7 മണിക്ക് തുടങ്ങും വിൻചാട്ടൻ പടി ഇറങ്ങല്. ഒരിറക്കിറങ്ങും കയറിപ്പോവും, ഒരിറക്കിറങ്ങും കയറിപ്പോവും. അങ്ങനെ എന്ത് അങ്ങനെ പോവാണ് കൈ ഇങ്ങനെ പറഞ്ഞാലേ വിൻചാട്ടൻ പോവുള്ളൂ. ഇപ്പം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അതായത് ഇത് അയില നമുക്ക് അവർ ഓൾറെഡി നന്നാക്കിയിട്ടാ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സീനില്ല. പക്ഷെ മത്തി കുഞ്ഞു മത്തിയാണ്, അതാണ് എനിക്ക് മടി. കുഞ്ഞു മത്തിയാവുമ്പോൾ ക്ലീനാക്കാൻ എളുപ്പമല്ല, കണ്ടോ. പിന്നെ മത്തി സ്മെല്ല് പോവാനും എളുപ്പമല്ല, അതും ഒരു ടാസ്ക്കാണ്. ഇപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ കഴുകി ഫ്രിഡ്ജിൽ കയറ്റട്ടെ. ഇന്ന് രാത്രിക്ക് എങ്ങാനും വെക്കാം. രാത്രി വെച്ചാൽ നമുക്ക് നാളേക്ക് എടുക്കാമല്ലോ, നാളെ ഞായറാഴ്ചയാണ്. അത് പിന്നെ പണി ഭയങ്കര എളുപ്പമായി. നാളെ കുറച്ച് വൈകിട്ടായാലും എൻ്റെ കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് കഴുകി എടുത്തിട്ട് ഞാൻ ബാക്കിൽ ഇട്ടോ നമ്മുടെ മുറ്റത്ത് പോയിരുന്നിട്ടായിരുന്നു മത്തി നന്നാക്കിയത്, അല്ലെങ്കിൽ സ്മെല്ലടിക്കുമല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് കഴുകി എടുത്തതിന് ശേഷം മുറ്റത്ത് പോയിരുന്നിട്ട് കുറച്ച് നേരം എടുത്തിട്ടാട്ടോ നന്നാക്കിയത്, കാരണം കുഞ്ഞിയ മത്തിയാലോ, അതുകൊണ്ട് കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. ഇനി അവർ പോകുന്നോണ്ടാവും അറിയില്ല, 11:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിതല്ല, എന്തായാലും വെള്ളം കലക്കി വെക്കണം, അങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി അവർ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുള്ളൂ. ഇനി പ്രത്യേകിച്ചൊന്നും കാണിക്കാല്ലേ, അതുകൊണ്ടാട്ടാ. തേജിയോ വിഷ്ണുമാമി അഞ്ചാണ്ടി വന്നിട്ട് കാണാൻ പറയും. അഞ്ചാണ്ടിയും കണ്ടിട്ട് കാണാന്ന്. അപ്പൊ വന്നിട്ട് കാണാട്ടോ. സാമ്പ്രാണി കത്തിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇത് പോസിറ്റിവിറ്റി സ്മെല്ല്, ഇത് നല്ല സ്മെല്ലുള്ളതാട്ടോ. പ്രാവശ്യം വാങ്ങിക്കണം. പക്ഷെ ഇത് പുറത്തേക്ക് വരുന്നത് കാണാറ്. രാത്രി ആണെങ്കിൽ കുറേ ഇങ്ങനെ പുക കാണാറുണ്ട്. ഇതെന്താ കത്തുന്നില്ലേ? കത്തുണ്ടല്ലോ. അതുപോലെ ഹാളിലും കത്തിച്ചിട്ടുണ്ട്. ഇവിടെ അതിന് നല്ല പുക വരുന്നുണ്ട്. ഓ 5 കാണാനില്ല. അങ്ങനെ അവർ വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ആദർശം ഉണ്ടേ കൂടെ. അപ്പൊ അവര് 3 ആളും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആദർശന് എന്തായാലും പട്ടാമ്പി വരേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ ഉണ്ടല്ലോ എന്തായാലും അവര് വരില്ലേ എന്ന് വിചാരിച്ചിട്ട് കാറിലല്ലേ. അപ്പോൾ അച്ചാറും പിന്നെ ചൂല്, തേങ്ങ, അങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടി തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യമ്മേ അശോ ഇതൊക്കെ കഴിച്ചിട്ട് പോണട്ടോ. ഫുള്ള് ഇവിടെ വെച്ചു പോകരുത്. കുറേ കോൺടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അത് ഇവിടെ വെച്ചാൽ ഞാനിരുന്ന് കഴിക്കും, അതുകൊണ്ട് എല്ലാവരും കഴിച്ചിട്ടേ പോവാവൂ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത്. എന്നിട്ട് ഇതേ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേജുവിന് പിന്നെ അവൻ്റെ ഒരു ടേസ്റ്റിന് കളിക്കാനുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ വെറുതെ വിടില്ല. അപ്പോൾ അതേ വിഷ്ണുവേട്ടന് പിന്നെ ക്രിക്കറ്റ് കളി ഓൾറെഡി ആ ഒരു ടച്ചുള്ള ആളായതുകൊണ്ട് തന്നെ അവന് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെയിലാണോ മഴയാണോ എന്നുള്ള ഒരു ചിന്തയില്ല കേട്ടോ. കുറേ നേരം വിഷ്ണുവേട്ടനെ വെയിലത്ത് നിർത്തിയിട്ട് കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണുവേട്ടനാണെങ്കിൽ ഇഷ്ടമാണ് പിള്ളേരുടെ കൂടെ കളിക്കാൻ. പിന്നെ എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാൻ വോയിസ് കൊടുക്കണത്, അതുകൊണ്ട് തന്നെ ചുമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓവറായിട്ട് സംസാരിക്കുമ്പോൾ കേട്ടോ. അപ്പം അതുകൊണ്ട് സംസാരത്തിലും നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ തോന്നിയത് വരും. ഒന്നും തോന്നരുത്, വയ്യാത്തതുകൊണ്ടാണ്. വയ്യായിക മീൻസ് എനിക്ക് വേറെ വയ്യായിക ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് രാവിലെ എനിക്കുമ്പോൾ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ റെഡി ആയിട്ട് വരികയും ചെയ്യും. അതുപോലെ രാത്രിക്കും വരും. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കളി തുടങ്ങി ഇത്ര നേരം നിന്ന പോലെ ആവില്ലാട്ടോ എന്റെ മുഖം.
നമ്പർ പ്ലേറ്റ് പോയെടുത്തു. ഞാൻ 5 ഉഷാട്ടനെ കളിക്കട്ടെ. 5 പിടിക്ക് പിടിക്ക് പിടിക്ക്. ആ പിടിച്ചു പിടിച്ചു. ഒരു കുത്ത്. അങ്ങനെ കളിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിൽ തന്നെ കേട്ടോ ഉച്ചയാകുമ്പോഴേക്കും വിൻഷേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 12:15 ആകുമ്പോഴേക്കായിരുന്നു കേട്ടോ ഫുഡ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻഷേട്ടൻ ജോബ് കഴിഞ്ഞ് വരുമ്പോൾ പട്ടാമ്പിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഇങ്ങനെ നമ്മുടെ ഫുഡ് മാഫിയ നാട്ടാണ് നമ്മൾ മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് അതൊക്കെ വാങ്ങിയിട്ട് നേരെ എൻ്റെ കയ്യിൽ കൊടുന്നേരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വിൻഷേട്ടൻ എന്തോ കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ എന്തോ ഒരു പാത്രമാണ്. അത് മറ്റേ ഇൻസ്റ്റേന്നില്ലേ അങ്ങനെ വാങ്ങിയതാട്ടോ. നമ്മുടെ സുജിൻ പൊന്നൂസ് ചീനില്ലേ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, അത് വിൻഷേട്ടൻ വാങ്ങിയതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, വിൻഷേട്ടനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ആദർശ് ചെയ്ത് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, നറുക്കെടുക്കുക അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ അത് കിട്ടി ആദർശിന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഡീലിങ്സ് ആണ് കേട്ടോ കാണുന്നത്. ചുമ്മാ അങ്ങോട്ടും കൂടെ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ആ നറുക്കെടുപ്പിൽ എന്തേനോ ക്രിസ്ത്യൻ എന്തോ കൊടുക്കണ്ടല്ലോ, അപ്പോൾ അത് കിട്ടാനുള്ള ലക്ഷ്യത്തിലാണ് അത് വാങ്ങിയേക്കണത് കേട്ടോ. പിന്നെ ഞാനിതേ വേഗം നമ്മുടെ കൊടുന്നുണ്ടല്ലോ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുന്നിട്ടില്ല, അപ്പോൾ അതൊക്കെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വിൻഷേട്ടൻ മുടി വെട്ടിയിട്ടാണ് വന്നേക്കുന്നുണ്ട്. അപ്പോൾ കുളിക്കണം പറഞ്ഞ് കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഞാൻ എല്ലാം പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക കാസ്ട്രോളും കാര്യങ്ങളൊക്കെ എടുത്തെല്ലാം കഴുകി സെറ്റാക്കിയിട്ട് അതിലെല്ലാം നിറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയേക്കണെന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരും. ആദർശാണെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി ഉണ്ടാവിച്ചിട്ടാണ് നിൽക്കണത്. പുറത്തുനിന്നാണോ നീ ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടാണ് നിൽക്കണത്. കാരണം ഫ്രിഡ്ജിൽ മീനും കണ്ടു. അപ്പോൾ മീൻകറി ആ ഒരു വൈബ് പിടിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ വിഷ്ണേട്ടനും അഞ്ചു പിന്നെ അധികം മീൻ കഴിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ മുറ്റത്തെ അമ്പലമുള്ള കാരണം അങ്ങനെ നോണും കാര്യങ്ങളൊന്നും അങ്ങനെ കയറ്റി അങ്ങനത്തെ ഒരു ഇതുള്ള കാരണം അവൾക്ക് കഴിക്കൽ അങ്ങനത്തെ ഐറ്റംസ് കുറവാണ്. മീൻ കേട്ടോ. അപ്പോൾ ചിക്കൻ കഴിക്കും. ആകെ കൂടി കഴിക്കുന്ന സാധനം ചിക്കനാന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ചിക്കൻ ഇതിങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരായാലും ഇപ്പം അങ്ങനെ പുറത്തുനിന്ന് എപ്പോഴും ഫുഡ് കഴിക്കുക അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ എല്ലാവരും കൂടി പോകുമ്പോൾ അങ്ങനെ കഴിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം അവൾക്ക് ജോബുള്ള കാരണം തന്നെ ഒരു ഫ്രീ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നും ജോബിന് പോവുക, വൈകിട്ട് വരിക, പിന്നെ ഇങ്ങനത്തെ വിരുന്നുകൾ ഇട ദിവസങ്ങളിൽ. അതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു ലൈഫ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണത്. പിന്നെ എനിക്കുള്ള പീസാണ് കേട്ടോ പുഴുങ്ങിടിക്കില്ലേ ചിക്കൻ, ആ ഒരു ഇത് കേട്ടോ. പക്ഷെ ഞാനല്ലാട്ടോ അത് കഴിച്ചാൽ എനിക്ക് എത്രയും അൽഫാം കണ്ട ഞാൻ അതിലേക്ക് പോവുള്ളൂ. ഇത് എല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ടൊക്കെ കഴിക്കട്ടെ ചെയ്ത്. അങ്ങനെ അതേ എല്ലാതും വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മതി പ്രാവശ്യം 3 മതി 6 ഡയറ്റല്ലേ? ഡയറ്റിലൊരു ചിക്കൻ മന്ദിര ഒരു ദിവസം കഴിക്കലോണ്ട് കുഴപ്പമൊന്നുമില്ല. അത്ര പക്ക ഡയറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ കോമ്പറ്റീഷൻ ഒന്നും പോകില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പൊട്ടിക്കുന്ന നല്ലതാ. അല്ല ആഴ്ചയിൽ ഒരു ദിവസം പൊട്ടിച്ചാലും ബോഡിക്ക് നമ്മളിപ്പോൾ ചെടി വെട്ടുമ്പോൾ ഇതില്ലേ, ചെടി വെട്ടിയാലല്ലേ വളരുള്ളൂ. അതേപോലെ ഒന്ന് പേടിപ്പിക്കണം ബോഡീനെ. ഞാൻ അത് കഴിക്കും, നല്ല ബോഡി സെറ്റായിട്ട് വരുള്ളൂ. അപ്പം എല്ലാതും ഇതേ മേശയമ്മ അങ്ങനെ നിരത്തി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ റൈസ് പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെന്താ നമ്മുടെ അൽഫാം, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ചിക്കൻ പുഴുങ്ങിയത്, മന്തി അത് വേറെ, മന്തി പീസ് വേറെ ഇതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ സലാഡും പിന്നെ എന്താ ബാക്കി ഗ്രീൻ ചട്നി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ ടച്ചിങ്സ്, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും ഉണ്ടായിരുന്നു. അതിനത് ഇയാൾ ഓരോരുത്തരായിട്ട് ഇരിക്കാൻ നോക്കുകയാണ്. അപ്പോൾ മൊത്തം 6 പേരുണ്ട്. അപ്പോൾ 4 ചെയറാണ് നമ്മുടെ ടേബിളിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിത് ഉമ്മർത്തുനിന്ന് നമ്മുടെ ചെയറും കാര്യങ്ങളൊക്കെ കൊടുന്നിട്ടിട്ട് ഇത് ഇരിക്കുകയാണ്. അപ്പോൾ വിൻഷേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇരിക്കുക പറയാട്ടാ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരുന്നു കൂട്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഞാൻ വീണ്ടും പറയണു, എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം തൊണ്ട ഇങ്ങനെ കരകരാച്ചിട്ടാണ് നിൽക്കണത്. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതങ്ങനെ വിട്ട് പോകണില്ല. അപ്പോൾ ഇവരൊക്കെ ഇതേ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കുടിക്കാനാകുമ്പോൾ എനിക്ക് തണുത്ത വെള്ളമൊക്കെ കുടിക്കാൻ തോന്നിയിട്ട്, അതായത് ഇങ്ങനത്തെ ഫുഡ് കഴിച്ച് നമുക്ക് തണുത്ത തന്നെയല്ല കുടിക്കാൻ തോന്നുള്ളൂ. ഇപ്പോൾ എനിക്കുള്ള ചുക്ക് വെള്ളമാണ് ഇത് ഈ ജഗ്ഗിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു വെള്ളം കുടിക്കാനാണ് ഈശ്വരാവതിരി തണുത്ത വെള്ളം കുടിക്കാൻ തോന്നുള്ളൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒഴിക്കണ് കാണുമ്പോൾ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇതേ ഫുഡും കാര്യങ്ങളൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പണി നമുക്ക് പാത്രം കഴുകലാണ് കേട്ടോ. അപ്പോൾ പാത്രം കഴുകൽ വിൻഷേട്ടൻ
ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് അതൊരു ടാസ്കേ ആവാറില്ല ചേട്ടാ. അപ്പോൾ എല്ലാ പാത്രങ്ങളും മേശയിൽ നിന്നൊക്കെ കൊടുന്ന് ഞാൻ വെച്ചു കൊടുക്കും. അപ്പോൾ വിൻഷായിട്ട് ഇതൊക്കെ കഴുകിയൊക്കെയുണ്ട് കേട്ടോ. അല്ലാതെ ഇവിടെ കൊടുത്തിട്ട് കൊടുത്താൽ കഴിക്കോളും, ഇവിടെ കൊടുന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ മേശയൊക്കെ തുടച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടച്ച് ക്ലീൻ ആക്കി, നിലത്ത് പോയതും ഒക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് എല്ലാവരും കൂടി ഇത് റെസ്റ്റ് എടുത്തിരിക്കുക. അപ്പോൾ ഇവർ എന്താ മറ്റേ കിൽ ഫിലിമില്ലേ അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇരുന്ന് കാണണത്. തേജു ആണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പിന്നിന്ന് മാറണില്ല കേട്ടോ, മെയിനായിട്ട് വിഷ്ണായിട്ട് അങ്ങനെ കളിക്കാൻ നിൽക്കല്ലേ. അപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ഇതേ ഫിലിം ഇരുന്ന് ഇങ്ങനെ കാണുക കേട്ടോ, ഫാനൊക്കെ ഇട്ട് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമ കണ്ടിരിക്കുമ്പോഴാട്ടേക്ക് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്ന്, വേറെ ഒന്നല്ല വിഷ്ണേട്ടൻ്റെ കല്യാണത്തിൻ്റെ ആൽബം അതുപോലെ തന്നെ പെൻഡ്രൈവും കാര്യങ്ങളൊക്കെ അതേ നമ്മുടെ മൂസിച്ചേട്ടൻ വീട്ടിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണേട്ടൻ്റെ വെഡിങ്ങിൻ്റെ ഫുൾ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി വിത്ത് വീഡിയോഗ്രാഫി കേട്ടോ, രണ്ടും കൂടിയിട്ട് വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂസിച്ചേട്ടനായിരുന്നു. മൂസിച്ചേട്ടനെ അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അതായത് നമ്മുടെ പേഴ്സണലി നമുക്ക് ഫാമിലി കോംബോ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫുൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ സെറ്റ് ചെയ്ത് തരാറ് മൂസിച്ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആളുടെ സ്റ്റുഡിയോ നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആൾ 2-3 ദിവസം മുന്നേ ആയിട്ട് എനിക്ക് ആൽബം കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഇവരിങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആളെ എളുപ്പത്തിന് ഇതേ നമ്മുടെ അടുത്ത് കൊടുന്ന് തന്നു കേട്ടോ എല്ലാതും. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ആൽബം, ഒരു മിനി ആൽബം പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ കലണ്ടർ പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. അത് നമുക്ക് കലണ്ടറായിട്ട് തൂക്കിയിടുന്നതല്ല, നമുക്കിങ്ങനെ കുഞ്ഞ് ടേബിളുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ പോലെ ഒരു ടൈപ്പായിട്ട്. അതിപ്പോൾ ചേട്ടാ ഓപ്പൺ ആക്കും കണ്ടോ, ഇങ്ങനെ വെക്കാൻ പറ്റിയ ഒരു സാധനം കേട്ടോ. അതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ആൽബംസും, അതായത് അഞ്ജുവിൻ്റെയും വിഷ്ണേട്ടൻ്റെ സൈഡിൽ നിന്നുള്ള 2 വർക്കും മൂസ് ചേട്ടൻ അതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയുടെയും ചെക്കൻ്റെയും വീടിൻ്റെ അതുകൊണ്ട് രണ്ടും ഒന്നിച്ച് ആൾ സെറ്റ് ചെയ്തിട്ട് തരിക ചെയ്തത്. അതുകൊണ്ട് എല്ലാതും 2 ആയിട്ട്, അതുകൊണ്ടാണ് എല്ലാതും 2 ആൽബങ്ങൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട്. അതുപോലെ എല്ലാതും മൂസിച്ചേട്ടൻ്റെ എല്ലാ വർക്കും കുറച്ച് വെറൈറ്റി ആയിട്ട് ആൾ പിന്നെ ഒരു ഗിഫ്റ്റ് പോലെയും ഒക്കെ തരാറുണ്ട് കേട്ടോ. അതിലിപ്പോൾ 1-2 ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ ആളുടെ എല്ലാ വർക്കും, അതായത് അതുപോലെ തന്നെ നമ്മുടെ ആര്യയുടെ വെഡിങ് മൂസിച്ചേട്ടനായിരുന്നു. പിന്നെ വിഷ്ണുവേട്ടൻ്റെ ചേട്ടൻ വിന്ദേട്ടൻ്റെ. അപ്പോൾ ഇതാണ് കേട്ടോ ആളുടെ കോൺടാക്ട് നമ്പർ. ഗോൾഡ് ലെൻസ് വെഡിങ് എന്നാണ് ആളുടെ ഒരു എന്താ പറയുക സ്റ്റുഡിയോൻ്റെ പേര്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതൊക്കെ ഞാൻ കൊളാബ് ചെയ്യാറുണ്ട് കേട്ടോ, നമ്മുടെ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്പർ കാണിച്ചുല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കോൺടാക്ട് ചെയ്തോട്ടെ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വിശ്വാസമായിട്ട് പറഞ്ഞുതരാൻ പറ്റിയ ഒരാളാണ് കേട്ടോ. നമുക്ക് പേഴ്സണലി അത്ര അറിയണോണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും നമ്മുടെ ഫാമിലിയിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ആൾക്ക് കൊടുക്കണതും. അപ്പോൾ അങ്ങനെ ഇതേ കണ്ടോ, കുറച്ച് വെറൈറ്റി ആയിട്ടല്ലേ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവർക്ക് ഗിഫ്റ്റ് ചെയ്ത 2 ഫ്രെയിംസ് ആണ് കേട്ടോ. 2-3 ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അഞ്ജുവിന്. പിന്നെ ഫാമിലി അവരുടെ വീട്ടിലേക്ക്, അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള ഇത് വല്യമ്മയുടെ വീട്ടിലേക്ക് കേട്ടോ, അത് വിഷ്ണേട്ടൻ്റെ വീട്ടിലേക്ക്, മറ്റേത് അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വേറെ കേട്ടോ. അഞ്ജുവിൻ്റെ ഫാമിലിയും കൂടിയിട്ടുള്ള ഫ്രെയിംസും കാര്യങ്ങളും അങ്ങനെ എല്ലാം അതും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത്രയും എന്താ പറയുക സെക്യൂർ ആയിട്ടാണ് നമുക്കെല്ലാം തന്നിട്ടുള്ളത്. എക്സ്ട്രാ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു വിടണമെങ്കിൽ ഇങ്ങനെ ആ ഒരു ബോക്സ് ഭയങ്കര വെയിറ്റാണ്, മരത്തിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാച്ചിട്ട് അവർക്ക് എക്സ്ട്രാ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പെൻഡ്രൈവും കാര്യങ്ങളൊക്കെ കണ്ടോ, ഒക്കെ ഭയങ്കര ക്യൂട്ടായിട്ടാണ് ആൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കും അതെ കേട്ടോ, ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ അതെല്ലാം നമ്മൾ കണ്ടിട്ട് നേരെ ഞാനൊരു ഭദ്രമായിട്ടൊരു സ്ഥലത്ത് കൊണ്ടൊക്കെയാണ്. ഇനി തിരിച്ച് പൂവ് എടുക്കാം. ഇവിടെ വെച്ച നല്ല വെയിറ്റ് ആണ് ഇതേ. അപ്പൊ തേജ് ഉള്ളതുകൊണ്ട് ഒരു ചെറിയ പേടിയിട്ട് അപ്പൊ ഞാനത് ആ കോണിന് അവിടെ കൊണ്ടുവച്ചേക്ക് കേട്ടോ. പിന്നെ നമ്മൾ പടം കാണാൻ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അപ്പൊ ഏതാണ്ട് ക്ലൈമാക്സ് സീനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അയ്യോ ചുമ വരട്ടെ ഈശ്വര. അപ്പോൾ അതിൻ്റെ ഇടയിൽ തേജ് തല്ലുകൂടി പോയിട്ട് കേട്ടോ. പിന്നെ അവർ 2 പേരും കിടന്നു കേട്ടോ. പറഞ്ഞാൽ അഞ്ജുവിന് ക്ഷീണാണെന്ന് കേട്ടോ. അതായത് എന്താ പറയുക, ഞങ്ങൾ പറയണ്ടേ എങ്ങനെ അവൾക്ക് പറ്റണ്. കാരണം ഇന്നലെ നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ 2 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നേക്കണത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 7 മണിക്ക് വീണ്ടും ആൾക്ക് ഡ്യൂട്ടിക്ക് കയറണേ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം കിടന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കിടന്ന്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേ വേഗം ചായയും കാര്യങ്ങളൊക്കെ, കാപ്പി ആട്ടോ വെച്ചേക്കണത്, അതും വെച്ചു. പിന്നെ വെൻഷേട്ടൻ പോയിട്ട് എണ്ണക്കടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എല്ലാം കൂട്ടി ഇതേ ചായ കുടിക്കാൻ നോക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞാൽ അവരെ ഇറങ്ങും. അതായത് 5 മണി 5:30 ആകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് വേറൊരു പടം വെച്ചു കേട്ടോ. കുറച്ച് എന്താ പറയുക, ഒരുമാതിരി സൈക്കോ പടമല്ല, ഭയങ്കര ഹൊറർ മൂവി തന്നെ പറയാം. അപ്പം നമ്മൾ കുറേ പേടിക്കാണ്ട് വെച്ചിട്ടൊക്കെയാണ് വെച്ചത്. പക്ഷേ കോമഡിയും ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ടിരിക്കുക. അതായത് നമ്മുടെ സീരീസ് ആയിരുന്നു കേട്ടോ. ഇതില്ലേ എപ്പിസോഡായിട്ട് കാണില്ലേ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. കാജലിൻ്റെ ഒക്കെ പടമായിരുന്നു.
അപ്പോൾ അതിരുന്ന് എല്ലാവരും കൂടി ഭയങ്കര ത്രില്ലായിട്ടാണ് കാണണത്. അത് നമ്മുടെ ആദർശിന് പൂർത്തിയാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും അവർ പോവുകയാണ്. അപ്പോൾ ആദർശനാണെങ്കിൽ ഒരു പടം കണ്ട് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ കേട്ടോ. അപ്പോൾ ഈ പടം കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിൽ കാണാം, 5 മണി ഡ്യൂട്ടിക്ക് പോകണമല്ലോ. അപ്പോൾ പിന്നെ അവരത് പകുതിക്ക് നിർത്തി. ലാസ്റ്റ് 3 ഐറ്റംസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ആരിക്കാക്കി, വടിയും അതുപോലെ തന്നെ ആരിക്കും അതെ കേട്ടോ, റൈസും കാര്യങ്ങളൊക്കെ ഒരു കവറിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്മ വീട്ടിൽ നിന്ന് തേങ്ങയും കാര്യങ്ങളൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആരിക്കുള്ളതും അതെ, ഞാൻ റൈസുള്ള കാരണം പിടിച്ചിട്ട് തന്നെ ഇരുന്നോളോ, പാത്രത്തിൽ അടച്ചു വെച്ചേക്കല്ലേ, അപ്പോൾ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അതുപോലെ എത്തണട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയ്യിൽ കൊടുത്തേക്ക് കേട്ടോ. ചിലപ്പോൾ ചെരിഞ്ഞ റൈസും അങ്ങനത്തെ ഒരു പാത്രമാണത്. അപ്പോൾ അഡ്ജസ്റ്റ് വീട്ടിലത്തെ പാത്രം തന്നെയാണ്. അന്ന് വീട്ടിൽ നിന്ന് ചോറെന്തോ കൊടുന്നടന്ന് വരുമ്പോൾ കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ആക്കി നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തേജു ആണെങ്കിൽ വയറ് വീർത്തു പോകുന്നു പറഞ്ഞിട്ട് വയറ് കാട്ടിയിട്ടൊക്കെ നിൽക്കണ്ടേ. പിന്നെ ദേ അവര് ടാറ്റയ്ക്ക് പറഞ്ഞ് അവര് ഇറങ്ങാണ് കേട്ടാ. ടി വി പോസ് ചെയ്ത് വെക്കറാ. പോസ്റ്റ് ചെയ്യാൻ പോയിക്കപ്പോ വരും. പോവാണ് ടാറ്റാട്ടെ ഇതാ അഞ്ചര ആവണുള്ളൂ. തേജുവിന് ആരെങ്കിലും വരുമ്പോഴുള്ള സന്തോഷവും ഉന്മേഷവും ഒന്നും ഒരു പൂവുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഒരു പൂവുമ്പോൾ അവൻ അവരുടെ അടുത്തേക്ക് വരില്ല, ഇങ്ങനെ വാതിലിൻ്റെ അവിടെ പോയി നിൽക്കുള്ളൂ. അവന് ഭയങ്കര വിഷമമായിട്ട് ആരെങ്കിലും വന്ന് പോയി കഴിഞ്ഞാൽ. ഞങ്ങള് ആ പടം കണ്ടിരുന്നില്ലേ, അപ്പൊ അത് ബാക്കി കാണാനായിട്ട് ഇരിക്കണത് പ്രേതപ്പടാണ്. തേജു ഈ ഇരിക്കണ ഇരുത്തം കുറെ കഴിഞ്ഞ ഒറ്റ ചാട്ടാട്ട സോഫയ്ക്ക്, കാരണം കുറച്ച് സീനൊക്കെ കുറച്ച് പേടിക്കാനുള്ളതായോണ്ടാട്ടാ. ചേട്ടൻ നനയ്ക്കാണ്. കാലുമ്പ കടിച്ചു, ഉറുമ്പ് കടിച്ചു. എൻ്റെ അവിടെ നിന്ന് എവിടെ നിന്ന് ഒരു ഉറുമ്പ് കടിച്ചു എൻ്റെ കാലുമേ. അതാ പോണു ഈ ഉറുമ്പ്. ഇവനാണ് എന്നെ കടിച്ച്. നോക്ക്, നല്ല വേണ്ട എന്നെ കടിച്ചല്ലേ. നമ്മൾ 2 നേരം ചെടി നനച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ നനച്ച് കൊടുക്കണോണ്ടാണ് ഇതിങ്ങനെ പച്ച കളറിൽ കുറച്ച് നിൽക്കണത്. അല്ലെങ്കിൽ എല്ലാം ഉണങ്ങിപ്പോവും കേട്ടോ. കാരണം ഈ ഒരു ചെടിക്ക് അത്രയും വെയിലാണ് നമുക്കുള്ളത്. മേലഴുകിയിട്ട് വരാം. ഞാനും തേജു മേലെ കഴുകാം. ഞാനും തേജു മേല് കഴുകാൻ പോവാണ് കേട്ടോ. വിളക്ക് കൊളുത്തണില്ല, നമ്മൾ ചിക്കനും ഇതൊക്കെ കഴിച്ചു. അപ്പോൾ വിളക്ക് കൊളുത്തണില്ല, മേലെ കഴുകണം എന്തായാലും. ഇൻഷേട്ടൻ എന്തായാലും നനച്ചുകൊണ്ട് പിന്നുണ്ട്. പിന്നെ മേലഴുകിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ മേലഴുകി വന്ന് നോക്കുമ്പോൾ വിൻഷേട്ടൻ്റെ മതിലുമൊക്കെ കയറി നിൽക്കണം കേട്ടോ. അപ്പോൾ അത് ഗീത ചേച്ചിക്ക് ഇതേ സുധ ചേച്ചിയുടെ അവിടെ നിന്ന് കറിവേപ്പില പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗീതേച്ചും പെട്ടു, ഞങ്ങളെല്ലാവരും പെട്ടു കേട്ടോ. അപ്പോൾ മതിൽ കെട്ടിയ കാരണം കറിവേപ്പിലയും കാര്യങ്ങളും പൊട്ടിക്കാൻ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക. പിന്നെ വൈകുന്നേരം മേലഴുകി കഴിഞ്ഞാൽ ഇരുട്ടാവണ വരയ്ക്ക് ഇത് ഇങ്ങനെ ഉമ്മർത്തിരുന്നില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ കേട്ടോ. അതിപ്പോൾ വിളക്ക് കത്തിച്ചാലും വിളക്ക് കത്തിച്ചില്ലെങ്കിലും ഞാനിത് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഉമ്മർത്ത് കുറച്ച് നേരം അങ്ങനെ റോട്ടിക്ക് നോക്കിയിരിക്കും. എന്നെ തേജും ഉണ്ടാവും കേട്ടോ. അവൻ മുറ്റത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഇരിക്കും കേട്ടോ, അത് നോക്കിയിട്ട് നല്ല രസമായിട്ട് അങ്ങനെ ഇരിക്കാൻ. അപ്പം ഇതൊക്കെ തേജുവിൻ്റെ പണിയായുധങ്ങളൊക്കെ ഇതേ ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട്. ബാറ്റും ബോളും ചില്ലറ സാധനങ്ങളൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട്. ഇനി കളി കഴിഞ്ഞാലാണ് കുട്ടി ഇതൊക്കെ പറക്കിയെടുത്ത് മുകളിൽ കൊണ്ടൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ വിൻഷേട്ടനാട്ടാ വീഡിയോ എടുക്കുന്നത്. ഞാൻ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതേ ബോളുകൊണ്ട് കളിക്കുകയാണ്. ഈ ഒരു ബോൾ വന്ന് എൻ്റെ നെറ്റത്തേക്ക് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നോക്കിയേ, അതോടുകൂടി അവർ ബാറ്റ് കളിക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഓറഞ്ച് മുന്തിരി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളപ്പം അത് വാങ്ങിയിട്ട് അങ്ങനെ വെക്കുക ചെയ്തുള്ളൂ. എന്നെ കാര്യമായിട്ട് തുറന്നു നോക്കിയില്ല, അരക്കില്ല കേട്ടോ. ഇപ്പോഴാണ് അത് നോക്കിയത്. അപ്പോൾ ഇത് മറ്റേ സംഭവം ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. നമ്മളത് ആദർശം കൂടിയിട്ട് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ഐറ്റം ഉണ്ടാക്കിയില്ലേ, അപ്പം അത് ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. വിൻഷേട്ടനാണെങ്കിൽ വിൻഷേട്ടൻ്റെ വക സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അതിൽ തന്നെ പേരയ്ക്കും പിന്നെ എന്താ ഓറഞ്ചും ഒക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് ചിലപ്പോൾ അത് കുളമായിരുന്നു വരും. എനിക്ക് ചിലപ്പോൾ ഇഷ്ടമായിരുന്നു വരും.
ഇഷ്ടമായില്ല എന്ന് വരും. അപ്പൊ ഞാൻ എനിക്ക് മാത്രം മീൻസ് കുറച്ച് സെപ്പറേറ്റ് ഇട്ടാ നമ്മുടെ മുന്തിരി മാത്രം ഇട്ടിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാം. പിന്നെ വിൻചേട്ടൻ വന്നിട്ട് വിൻചേട്ടൻ്റെ ഐറ്റം ഉണ്ടാക്കട്ടെ, എനിക്ക് ഏതാ വ്യത്യാസം കഴിക്കാമല്ലോ. അപ്പൊ ഞാൻ ആദ്യം സെപ്പറേറ്റ് ആക്കാനുള്ള മുന്തിരി മാത്രം എടുത്ത് കഴുകി വെക്കട്ടെ കേട്ടോ. നല്ല അങ്ങനെ അതൊക്കെ പൊട്ടിച്ചിട്ട് നന്നായി കഴുകി എടുക്കണം കേട്ടോ. കഴുകി കഴിയാറാകുമ്പോഴേക്കും അതിലൊരു 1/4 ഭാഗം മുന്തിരി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കാരണം ഞാൻ കുറച്ച് എടുത്ത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ തേജ് വന്നിട്ടുണ്ടായിരുന്നു, അവനും കൈയിട്ടെടുത്ത് കഴിക്കുന്നുണ്ട്. അത് പിന്നെ പതിവാണല്ലോ, നമ്മൾ കഴിക്കേണ്ട സാധനം നമ്മൾ ഒതുക്കുകയാണെങ്കിലും പിടിക്കുകയാണെങ്കിലും അതൊന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിക്കാത്തവരായിട്ട് കുറവ് ആൾക്കാരായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പം കഴിക്കുന്നതിൽ ഒരാളാണ് ഞാൻ കേട്ടാ. അപ്പം എല്ലാതും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ 1, 2, 3 എണ്ണമൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ ഞാനും തേജും ഇടയിലിടയിൽ ഷെയർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്കുള്ളത് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. വിൻഷാട്ടിനുള്ളത് ഇത് ഇപ്പുറത്തെ കാസറോളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഇതേ അവസാനം എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ. മുളക് പൊടിയും പിന്നെ നാരങ്ങ നീരാട്ടാ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിനാഗിരി ഒഴിച്ചില്ല. ഉപ്പിട്ടിട്ട് അതിലേക്ക് എന്താ പറയുക, നാരങ്ങ നീരും വെളിച്ചെണ്ണയും ഇത് രണ്ടും ഒഴിച്ചു കൊടുക്കുക ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. പക്ഷെ എനിക്ക് ഇന്നത്തെ അവിടെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വായയ്ക്ക് അങ്ങനത്തെ ഒരു മൂഡില്ല കഴിക്കണേൻ്റെ. അന്ന് ആദർശം ഉണ്ടാക്കി തന്നപ്പോഴേ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്താ വെച്ചാൽ ഈ ജലദോഷവും ഈ ഒരു ചുമയും കാരണം നമുക്ക് ഫുഡ് പോലും കഴിക്കുമ്പോൾ നമുക്ക് അവിടെ തൃപ്തി ആവണില്ല, മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റണില്ല. എന്നെനിക്ക് വായയ്ക്ക് രുചിയൊക്കെ പറയട്ടാ. വായിക്ക് രുചി ഉണ്ട്, സ്മെല്ല് അറിയുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്ത് ഫുഡ് കഴിക്കുമ്പോഴും ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അത് അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പ്രാവശ്യം. പിന്നെ വിൻഷേട്ടൻ മേലഴുകാണ് കേട്ടോ. മേലഴുകി വന്നിട്ടാണ് വിൻഷേട്ടൻ ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഞാനും തേജുവിനോട് വേണോ വെച്ചപ്പോൾ അവന് വേണ്ട പറഞ്ഞിരിക്കട്ടാ. അപ്പൊ ഞാൻ ഈ കഴിക്കണ കുറച്ചൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ എനിക്ക് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ കുറച്ച് കഴിച്ചിട്ട് ഇതിൽ തന്നെ കേട്ടോ വിൻഷേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഫുള്ള് കഴിച്ചില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അങ്ങോട്ട് ആ എരും പുളിയൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു തൊരയിൽ കുറേ എടുത്തിട്ട് വായിലിട്ടു എന്ന് മാത്രം. കണ്ടോ പാത്രത്തിൽ കണ്ടോ, ഇത്ര തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടിപ്പോയി 8-10 മുന്തിരി ഞാൻ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഞാനെന്നൊക്കെ പറയുമ്പോട്ടല്ലേ മുന്തിരി ആയിക്കോട്ടെ, ഇതൊക്കെ പ്രത്യേകിച്ച് പച്ചമുന്തിരി അതുപോലെ കുരുല്ലാത്ത ചുവപ്പ് മുന്തിരിയൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ കുറേ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. വെറുതെ ഇരുന്ന് കഴിക്കില്ല ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കൂടിയിട്ട്. അപ്പോൾ ബാക്കി ഇത്ര തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വിൻഷേട്ടൻ തന്നെ അത് കൊടുത്തു. എനിക്ക് അങ്ങോട്ട് ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ വിൻഷേട്ടൻ അതിലേക്ക് എന്താ പറയുക ഓറഞ്ച് ഇടുന്നുണ്ട്, പിന്നെ എന്താ പറയുക പേരക്ക ഇട്ടിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് പോലും നോക്കിയില്ല. ഞാൻ വെറും നമ്മുടെ ഓറഞ്ചില്ലേ അതൊരു അല്ലി വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ കഴിച്ചു കേട്ടോ. അല്ലാണ്ട് ഈ ഒരു റെസിപ്പി എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തേജു ഇത് ഇളക്കി കൊടുക്കുന്നുണ്ടിട്ടിരുന്നിട്ട്, തേജു അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇളക്കി കൊടുക്കാൻ നല്ല മിടുക്കനാട്ടോ. ഞാൻ ഇളക്കാന്ന് പറഞ്ഞിട്ട് അവ ഇളക്കും. പിന്നെ പേരുണ്ടാവുക അവ ഉണ്ടാക്കിയത് എന്നായിരിക്കും കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ അത് അവ ഉണ്ടാക്കിയതാണെന്നാണ് അർത്ഥം. അമ്മക്ക് മാത്രം ഇതൊക്കില്ലേ? അച്ഛൻ്റെ പോകെ അലക്ക് എന്താ പറ്റിയറിഞ്ഞ് ഈ പക്ഷഭേദം കാട്ടുന്നുണ്ടോ അച്ഛനോട്? അച്ഛനോട് പക്ഷഭേദം എപ്പോഴും കാട്ടുന്നുണ്ട്. അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുക, അമ്മേനെ കെട്ടിപ്പിടിക്കുക, അമ്മയ്ക്ക് ഓറഞ്ച് എടുത്ത് കൊടുക്കുക, അമ്മയ്ക്ക് വെള്ളം എടുത്ത് കൊടുക്കുക. ഒന്നും അച്ഛന് വേണ്ടിട്ടോ. പിടിക്കേ കയറ്റി കൊടുക്ക്, അവിടെ കൊടുക്കാൻ കിട്ട്. നീ വാരി കൊടുക്കില്ലേ? ഈ ഓറഞ്ച് എടുത്ത് മറ്റേ അടക്കാണ്. പൂവും അത് കൊള്ളായി, രസമില്ല. മുന്തിരി ആണെങ്കിൽ മാത്രമേ രസമുള്ളൂ. ചെറുതായിട്ട്
അപ്പോൾ ഇൻഷയുടെ രാത്രി ലൈവ് പോവാന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോവാന്ന് പ്ലാൻ ഇട്ടു, പക്ഷെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ട വേറെ എപ്പോഴേലും പോവാന്നൊക്കെ പറഞ്ഞു. പിന്നെ ദേ നമ്മൾ രാത്രിക്ക് വിശപ്പൊന്നും ഇല്ല കേട്ടോ, എങ്കിലും കൂടി ഇതൊന്നും വേസ്റ്റ് ആവരുതല്ലോ എന്നും പറഞ്ഞിട്ട് ഇൻഷേട്ട ദേ നമ്മുടെ എയർ ഫ്രയർ ഇല്ലേ അതിലിട്ടിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ അച്ചാറിന്റെ ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ പുഴുങ്ങിയതില്ലേ അത് എടുത്തിട്ട് കഴിച്ചു. എല്ലാവരും അതേട്ടോ. പിന്നെ തേജുവിന് മന്തി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ആർക്ക് കൊടുക്കണതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ തേജു അതാട്ടെ കഴിക്കണത്, നമ്മൾ ഈ ഒരു ഐറ്റം മാത്രമായിട്ടാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ വിശപ്പൊന്നും ഇല്ല, അങ്ങനെ ഓരോന്നൊക്കെ കഴിച്ചിട്ട് പറഞ്ഞേ. പിന്നെ വേസ്റ്റ് ആക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം കഴിക്കാം കേട്ടോ ഞങ്ങൾ. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. പരമാവധി ഇന്നത്തെ ഒരു ഡേ നമ്മൾ മൊത്തമില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.